ദളിതന്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്? സുഹൃത്തുക്കളെ, ഇതാണ് അഖിൽ മാരാര്. മാരാർ എന്ന് പറയുന്ന തന്റെ ജാതി പേര് ഒപ്പം കൊണ്ട് നടക്കുന്ന പ്രിവിലേജോടുകൂടി നടക്കുന്ന മനുഷ്യൻ. ഈ മാരാർക്ക് വേണ്ട ഒരു ഉത്തരം നമുക്ക് കൊടുത്തേക്കും. ഇപ്പോൾ വേടൻ പറയുന്നത്, വേടൻ ജാതിവാദം കൊണ്ട് നടക്കുകയാണ്, ദളിതർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ശരി, ദളിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് വെക്കട്ടെ. എന്തായാലും ഇത്തരം മാരാന്മാര് ഇങ്ങനെ ഇദ്ദേഹത്തെ വെറും ജാതിയുടെ ആളായിട്ട് മാറ്റുമെന്ന് വേടന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ടാ വേടൻ ഇങ്ങനെ തന്റെ പാട്ടിൽ പാടി വെച്ചേ. കേട്ടിട്ടില്ല? ഒന്നുകൂടെ കേട്ടോക്കൂ. ഇത് മാരാർക്കുള്ളതാണ്. ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല, ആവർത്തിച്ച് കുളമാക്കുന്നില്ല. ഞാനിപ്പോ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര കാലമായിട്ട് വേടൻ ഇറക്കിയ കുറച്ച് പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ നിങ്ങൾ ആ റാപ്പിന്റെ ദ്രുത താളത്തിൽ ഇങ്ങനെ കേട്ടു പോവുക മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് ഒരുപക്ഷെ ആ വരികളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കില്ല. ഇന്ന് വേടന്റെ വരികളിലൂടെയാണ്. കേൾക്കാത്തവർ ഒന്ന് കേൾക്കുക. മിക്കവാറും ഈ വീഡിയോ ചിലപ്പോൾ ഒന്ന് വലിപ്പം കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഈ പാട്ടിലൂടെ നമുക്ക് പോയി നോക്കൂ. വേടനെ വെറും ജാതിയുടെ ആളായിട്ട് ജാതി വർത്തമാനം മാത്രം പറയുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വരികളിലൂടെ പോകുമ്പോൾ ഇദ്ദേഹം എപ്പോഴെങ്കിലും ജാതീയത പറയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. 4 വർഷങ്ങൾക്ക് മുമ്പ് ആണ് അദ്ദേഹം ആദ്യമായിട്ടൊരു പാട്ടിറക്കുന്നത്. അത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നതാണ് ആ ഒരു പാട്ടിന്റെ, ആ ഒരു റാപ്പിന്റെ പേര്. അതിന്റെ വരികൾ ഇങ്ങനെയാണ്: നിർനിലങ്ങളിൽ അടിമയായൊരുടമയായി, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുക്കൂനിത്തലകൾ താളുമിനിയും എത്ര നാള്. നമ്മുടെ കേരള ചരിത്രത്തില് സംഭവിച്ച ചില കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അടിമകളും ഉടമകളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇപ്പൊ നടക്കുന്നു എന്നല്ല, അതാരായിരുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇദ്ദേഹം ചെയ്തത്. നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുത്ത മേനി വെയിൽ കൊണ്ട കറുപ്പ്, നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ്, പിഞ്ചു കുഞ്ഞവൾ അടിവയറിൽ കിടപ്പ്, രാത്രി പകലാക്കി പണിയെടുത്ത് നടുവൊടിഞ്ഞ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റി വാർന്ന്, നാട് നഗരമാക്കി കൂട് കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്ന് നിനക്കന്യമാക്കി, പൊന്നു കേട്ടവൻ പിടഞ്ഞു വീണ് ചോര തുപ്പി, നീതി കേട്ടവൻ ഇരുട്ടറയിൽ തല തപ്പി, പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണ സ്വാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല. ഒരു കാലഘട്ടത്തില് ഈ മണ്ണിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട ആ വർഗങ്ങൾക്ക്, എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഈ മണ്ണിൽ പണിയെടുക്കുന്ന വർഗങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ നോക്കിക്കോളൂ, അവർക്കൊന്നും ലഭിക്കുന്നില്ല, പൊന്ന് ലഭിക്കുന്നില്ല. ഒരുപക്ഷെ ആ മണ്ണിൽ പണിയെടുത്ത് നഗരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവരായിട്ട് പോലും, അവർ നഗരങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ മാൻഷൻസ് ഒക്കെ ആളുകൾക്ക് പണിഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അവരിപ്പോഴും താമസിക്കുന്നത് കൂരകളിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതെങ്ങനെ ജാതീയമായിട്ട് മാറും? എന്തിനാണ് ഈ പാട്ടുകളെ ജാതീയമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ബാക്കി നോക്കൂ. അഗ്നിയിൽ കുരുത്ത് കണ്ണീരാഴിയിൽ കുളിച്ച്, തുണ്ടു മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചതിച്ച്, പിന്നിലാരോ കളിച്ച് നീതി പണ്ടേ മരിച്ച്, കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാട്, അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ടപാട്, എന്റെ മുതുകിൽ നീ വഞ്ചനയാൽ ഏറ്റപാട്, ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല, ആണയിലൊരു ഇല്ല, ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുകില്ല, പുറത്തു പോകുവാൻ ക്ഷമയൊരു തരി ബാക്കിയില്ല, എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത്, നീ തരാൻ മടിച്ച് ഞങ്ങളേറെ കൊതിച്ച്, അതിനായി എത്ര പേർ മരിച്ച്, കണ്ട് നീ ചിരിച്ച്, അല്ലലില്ല നാളതില്ല, ഇല്ല വേടനില്ല കഥ പറയുകില്ല, കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും, കൂറ് കട്ടവൻ ഭരിച്ചാൽ ഊര് കട്ടവൻ മുടിക്കും, പേര് കേട്ട പാമരന്മാൾ പോരടിക്കൻ വിളിക്കും, പേറ്റുനോവെടുത്തു തള്ള പള്ളയിൽ കനൽ നിറയ്ക്കും, കോടികളെത്ര പാറി കൊട്ടക്കത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല ഭാവി തൻ മക്കളിൽ, മാണ്ടുപോയി നീ കറുത്ത പുറക്കള്ളങ്ങളിൽ, അടിമയ്ക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ, കപട ദേശവാദി നാട്ടിൽ മതജാതിവാദി. ഇതാണ് മോദിയെ പറഞ്ഞെന്ന് പറഞ്ഞ്, തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിലാണ് നാട്, പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി, എഴുതിയ വരിയിൽ അധിക പകുതിയും ഞാൻ ഏറ്റ ചതി, കനൽ ഒരു തരി മതി.
എന്നാണ് ഇദ്ദേഹം എഴുതി വെച്ച്. ഇതാണ് വേടന്റെ ആദ്യത്തെ പാട്ട്, ഏറ്റവും ശക്തമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരു പാട്ട്. ഇദ്ദേഹം ഇതില് ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെ അധകൃത വർഗങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും ഏറെയും കുറഞ്ഞ് അത് അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്. അത് ഉള്ളൊരു യാഥാർത്ഥ്യത്തെ തുറന്നു പറയുമ്പോൾ അത് ജാതി പറച്ചിലാവുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ജാതി പറച്ചിലാവുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവത്ത് കേട്ടോ. എന്തൊക്കെയായാലും അദ്ദേഹം അവസാനം ഇവിടെ ഭരിക്കുന്ന ആളുകളെ കുറ്റം പറയുന്നുണ്ട്. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഒരു കാരണവശാലും ഇടം പിടിക്കാതെ പോകുന്ന ഇവിടുത്തെ അധകൃത വർഗങ്ങളെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് വേടന്റെ ആദ്യത്തെ പാട്ട്. രണ്ടാമത്തത് ഭൂമി ഞാൻ വാഴുന്നിടം. ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4th സെമസ്റ്റർ പിള്ളേർക്ക് പഠിക്കാനുള്ള കവിതയാണത്. സിറിയ നിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിന് ഈ ചേരിപ്പോ. ഈ കവിത മാത്രമായിട്ട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം. കൊറിയ നിൻ മീതെ കഴുകന്മാർ പറപ്പു കാവലിരിപ്പു. മതമിരുളിൻ ഭാരതാംബയോ വെട്ടം തേടി അഞ്ഞു നടപ്പു. മെക്സിക്കൻ കനവുകളായിരം ഒരു മതിലാലെ ആര് തടുപ്പു. ഇലങ്കയിൽ പുലിയുമിനിയും ദാഹം മാറാ തേടി നടപ്പു. കോങ്കോ നിൻ ഖനികളായിരം കുരുന്നു ജീവൻ നൊന്തുമരിപ്പു. സൊമാലിയൻ ബാല്യങ്ങൾ കുടി നേരി തേടി പല കാതം താണ്ടി. മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടു ചോരമോന്തി. ആമസോൺ വീര നിന്നുടെ മാറു തുളഞ്ഞതിന് കാട് കരഞ്ഞു. ആഫ്രിക്കൻ പോർക്കളങ്ങളിൽ ആൺമകനുയിരിനായി അമ്മ കരഞ്ഞു. ആർട്ടിക്കിൻ പനിമലയുരുക്കി കടൽ നിറഞ്ഞതിൽ കരകൾ മറഞ്ഞു. ന്യൂയോർക്കിൻ മണ്ണിൽ മകനിൽ മൂച്ചു നിലച്ചതിൽ പോരു നടന്നു. പാലസ്തീനിൽ പല നൂറായി പലായനം ഒരു പതിവായി മാറി. ചീന നിൻ ചെങ്കുടി താഴെ ഖുറാൻ എരിഞ്ഞതിൽ മണം പരന്നു. മലാക്കിൻ കണ്ണീർ വീണതിൽ എന്നെ പെറ്റതായി ഭൂമി കരഞ്ഞു. ബൊലാഖ് നീ പാടാപ്പാട്ടുകൾ 6 മണ്ണിൽ കാതു തിരഞ്ഞു. ആസിഫൻ നരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു. അയലൻ നീ കുഞ്ഞുകാനുകൾ കണ്ണീർ കടലിൻ ആഴമളന്നു. ഭൂമി ഞാൻ വാഴുന്നിടം അനുദിനം നരകമായി മാറുന്നിടം. നമ്മുടെ ലോകത്തെല്ലായിടത്തുമുള്ള സ്ഥലങ്ങളിലും ലോകത്തെല്ലായിടത്തും മനുഷ്യന്മാർ എങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു, എങ്ങനെയൊക്കെയാണ് അവർക്ക് മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നത്, അതിനെക്കുറിച്ചുള്ള കവിതയാണ്. ദയവേത് ഇത് കൊണ്ടുപോയിട്ട് ജാതി വാലിൽ നിങ്ങൾ കെട്ടരുത്. അടുത്തത് വാ എന്ന് പറയുന്നൊരു പാട്ടാണ്. വാ വാ തോഴ തോളോട് തോൾ ചേർന്ന് പോരാടിയിടാം, തീയായിടാം അതിർത്തികൾ തകർത്തിടാൻ വാ. എന്തു നല്ല വരികളാണ്. വീണാൽ എരി നക്ഷത്രമായി വീണിടാം, അടങ്ങിയാൽ കാട്ടുതീയായ അടങ്ങിടാം. മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാം വാ. നോക്കൂ, തോക്കെടുത്ത് പോരാടണമെന്നല്ല പറയുന്നേ, വാക്കുകൾ കൊണ്ട് തോക്കുകളെ അരിഞ്ഞിടാം എന്ന, വിദ്യാഭ്യാസത്തോടെ നേരിടാം എന്നുള്ളതാണ്. തണൽ കൊതിച്ചവർക്ക് ഒറ്റ മരക്കാടാകാം, വണ്ട് ചത്ത മണ്ണിൽ ഒരു തുള്ളി മഴയാകാം. ഇരുണ്ട പാതയിൽ ഒരു നുറങ്ങു വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നീ വാ. എന്തു വരികളെന്ന് ആലോചിച്ച് നോക്കി. അഴികളിൽ വാക്കുകൾ അടങ്ങുകിൽ ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകയില്ല. തല നരച്ചു പോതിലും മനമതിലൊരു നരയതില്ല, മെയ് തളർന്ന പോതിലും പോയി വളർന്ന കഥയതില്ല വാ. എവിടെ മർദ്ദനങ്ങൾ ഉയരണം അവിടെ ഉയരണം കരങ്ങൾ. എവിടെ വർണ്ണവാദം അവിടെ ഉയരണം സ്വരങ്ങൾ. എവിടെ മനുഷ്യനടിമ അവിടെ വിപ്ലവങ്ങളാകണം. എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വാ. എന്ത് ലളിതമായിട്ടാണ് പറയുന്നത്. പോർക്കളങ്ങളീ പാരിൽ പാടുവാൻ വീരനാകണം, പേമഴയ്ക്കുമേൽ പരുന്തുപോലെ നീ പാറണം. ഇരകളായവൻ കരങ്ങൾ അറിവിനായുധങ്ങൾ പേറി, നരികൾ വാഴും ഈ വനത്തിൽ പുലികളായി മാറിടാം നീ വാ. പാറകൾ തുളച്ച് നീരു തേടി വേരുപോലെ ഓടി, പാതകൾ തെളിച്ച് നീതി തേടി കാറ്റുപോലെ ഓടി, ഭീതികൾ എരിച്ച് കെടാജ്യോതിയായി പടർന്നു കയറി, പാതികടൽ താണ്ടി മീതി എത്ര ബാക്കി, ദൂരെയായി തീരമുണ്ട്, വീരമുണ്ടോ വിടുതലുണ്ട്, വീണിടേണ്ട താങ്ങതുണ്ട്, നോവ് തീരും നാളെ അതുണ്ട്. ആരിലും മരിപ്പതുണ്ട്, 100-ലും മരിപ്പതുണ്ട്, ആശയിൽ മരിപ്പതിനായിരം പിറപ്പതുണ്ട് വാ. വാ തോള തോളോട് തോൾ ചേർന്നിടാം, പോരിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ വാ 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 എന്നാണ് ഇദ്ദേഹത്തിന്റെ വാ എന്ന് പറയുന്ന ഈ കവിതയിലെ വരികൾ. ഇതിലെവിടെയാണ് നിങ്ങൾ ജാതി കണ്ടത് എന്നാണ് എന്റെ ചോദ്യം. അടുത്തത് ബുദ്ധനായി പിറ എന്ന് പറയുന്ന അടുത്ത പാട്ട്. പോകാതെ പോകാതെ
നിന്നിഴലിൽ തണലുമില്ലതിൽ എൻ ഉയിരിൻ വാഴാതെ വാഴാതെ പോകാതെ പോകാതെ. ഉയിരിൻ വിരലാൽ എഴുതും കവിത ചാകാതെ ചാകാതെ. എൻ ഉടലും ഒരു നാൾ ഭൂമിയുണ്ണും, ഞാനും മരിക്കും എന്നർത്ഥം. അത് മാറാതെ മാറാതെ. അതിനു മുന്നേ നിൻ ഉള്ള് ഉടഞ്ഞു നീ പോകാതെ പോകാതെ. ആരെയും കാക്കാതെ ഭൂലോകം തിരിയും, ഇരുള് മൂടിയാൽ താരകം എരിയും. 1000 കടലായി ഹൃദയം മറിയും, എഴുതും വരികൾ കവിള് നനയും. മനമതിൽ വേദന മിഴിയും പറയും, മരുവിൻ നീരുപോൽ ഞാൻ നിന്നിൽ നിറയും. നദികൾ ഒഴുകി കടലിൽ ചേരും, നിൻ കാലടി മണ്ണിൽ എൻ ദൂരങ്ങൾ തീരും. എൻ കാതുകൾ നിൻ മൊഴി വീഴുവാൻ കേഴും, എൻ കാഴ്ചയിൽ നീയില്ലാതിരുള് കയറും. എൻ തേടലിനൊടുവിൽ ഞാൻ നിന്നെ തേടും, ഇല്ലെങ്കിൽ നീരില്ലാ പൂവ് പോൽ വാടും. പ്രണയമാണ്. നിന്റെ നാവത്തും ദൂരത്ത് മുറിവ് നക്കിയുണക്കി നീ പൊരുത്. നിന്റെ നാവാലെ നീ ചൊന്ന പൊരുള്, ഇത് മാറ്റും നിൻ മുന്നിലെ ഇരുള്. നോവുകളെല്ലാം നീ മറക്ക്, ബുദ്ധനായി നീ വീണ്ടും പിറക്ക്. ആദിയിൽ വീണല്ലോ ഉരുക്ക്, ആയുധമായി ഉരുവെടുക്ക്. നിന്നോട് നീ ചെയ്യും യുദ്ധങ്ങൾ എല്ലാമേ തനിയെ തന്നെ നീ ജയിക്ക്. നോവുകളെല്ലാം നീ മറക്ക്, ബുദ്ധനായി നീ വീണ്ടും പിറക്ക. ഇതാണ് ബുദ്ധൻ എന്ന് പറയുന്ന, ബുദ്ധനായി പിറക്കെന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു കവിത. ഇനി ഏറ്റവും അവസാനമായിട്ട് ഇദ്ദേഹത്തിന്റെ മോണലോവെ എന്ന് പറയുന്ന തന്റെ കാമുകിക്ക് വേണ്ടി എഴുതിയൊരു കവിതയുണ്ട്. കറുപ്പ് റാണി പേരാലിൽ എന്നെ തളയ്ക്കാൻ അടിച്ച ആണി, നിന്റെ കണ്ണു പെട്ടത് മൂടൻ പോലും ഞാനീ അരികിൽ വാ നീ. അതര മധുരം എനിക്ക് താന്നി, സ്വർഗവാതിലിനേണി എൻ ദാഹം തീർക്കും പാനി, എൻ മോഹം തീർക്കും നീയും. മോണലോവയെ മോഹലാവയെ എൻ്റെ നാളെയെ പ്രേമലീലയെ. മോണലോവയെ മോഹലാവയെ എൻ്റെ നാളെയെ പ്രേമലീലയെ. നീ ചിരിച്ചാൽ ബിതോവനോ, നിന്നെ പെറ്റതേതു മഹാനോ. ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്നു വീഴാമോ. എൻ ലിബിയ നിൽ തെരുവിൽ കിടന്നു മരിക്കും, ഞാൻ അറിയാ നോർത്തു കുറയ. നിൻ തടവറയിൽ അടിയറവു ഞാൻ പറയാം, മോഹലോവയെ മോഹലാവയെ എൻ്റെ നാളെയെ പ്രേമലീലയെ. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പാട്ട്. ഞാൻ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചതായി. ഈ പാട്ട് ആ റിതമിക്കായിട്ട് കേൾക്കുമ്പോഴൊക്കെ ഈ വരികൾ കേൾക്കാതെ പോകുന്ന ആളുകൾക്ക്, അങ്ങനെ കേട്ടിട്ട് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക്, ഇവൻ മുഴുവൻ പറയുന്നത് ജാതീയതയാണെന്നൊക്കെ പറയുമ്പോൾ പ്രണയത്തെക്കുറിച്ച്, നമ്മുടെ കാടിനെ കുറിച്ച്, ഈ ഭൂമിയിൽ ജയിക്കേണ്ടതിനെ കുറിച്ചിട്ട്, ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മരണം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, നമ്മളെല്ലാവരും ജീവിക്കുന്നത് മോഹന സുന്ദരമായിട്ടുള്ള ലോകത്തിന് വേണ്ടിയിട്ടാണെന്നതിനെ കുറിച്ച്, കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതിനെ കുറിച്ച്, ലോകത്തെല്ലായിടത്തും കുഞ്ഞു കുരുന്നുകൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച്, ഈ ലോകത്ത് യുദ്ധമുണ്ടാകുന്നതിനെ കുറിച്ച്, അതിനെ ചെറുക്കേണ്ടതിനെ കുറിച്ച്, മനുഷ്യന്മാരാകേണ്ടതിനെ കുറിച്ച് ആണ് വേടൻ ഇത്ര കാലവും പാടിക്കൊണ്ടേയിരിക്കുന്നത്. അത്രയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള കവിതകളാണ് ഈ കവിതകൾ. ഇങ്ങനെ അദ്ദേഹം ദൂരം ചൊല്ലി പോകുമ്പോൾ അതിൽ ജാതീയത മാത്രം കണ്ട്, ജാതി മാത്രമാണ് വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മേലെ ചാർത്തി ആ ഒരു പാട്ടുകാരനെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യം, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ചിലർക്കുണ്ട്. ആ ചിലരുടെ ലക്ഷ്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയാണ് ഇതാണ് കവിത, ഇതാണ് വരികൾ, മനസ്സിലാക്കൂ എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒപ്പം സബ് ചെയ്ത് കൂടണമെന്നുള്ള അപേക്ഷയോടെ ഞാൻ നിർത്തട്ടെ. ബൈ.